ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവല്ലോ, സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് നമ്മളെവിടെയെങ്കിലും പുറത്തെല്ലാം പോയി ടാൻ അടിച്ചിട്ടുണ്ടാവില്ല, അത് മാറ്റാനായിട്ടാണ്. അല്ലാണ്ട് വെളുത്തിട്ട് പാറാനൊന്നല്ല. ഞാൻ കറുത്തിട്ടാണ്, അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ വെളുത്ത് പോകുന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ബ്രൈറ്റ് ആക്കാൻ പറ്റും നമ്മുടെ സ്കിന്നൊന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ മുഖമെല്ലാം വാഷ് ചെയ്തിട്ട് പൊട്ടെല്ലാം മാറ്റിയിട്ടും ഒരു തക്കാളി കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക, നല്ല ബ്ലഡ് സർക്കുലേഷൻ ആകുന്ന പോലെ നല്ല പോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ അകത്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിട്ട് ചെയ്യുന്നതാണ്. കാരണം അവിടെ എല്ലാം വന്ന് ഉറുമ്പ് വന്നെങ്കിൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. പുറത്ത് എനിക്ക് ക്യാമറ വെക്കാൻ സ്ഥലം കിട്ടിയില്ല, അങ്ങനെ എവിടെയോ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ തന്നെ കുറേ അധികം സമയം എടുത്താക്കിയെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നല്ല പോലെ ചെയ്തിട്ട് മുഖം വാഷ് ചെയ്ത് നോക്കിയേ, ഇതാണ് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് അത് മാത്രം വിട്ട് കളയരുത്, അത് ചെയ്തേ പറ്റും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം പാക്ക് ഉണ്ടാക്കാം നമുക്ക്. പാക്ക് നമ്മൾ മുൾത്താനി മിട്ടിയാണ് എടുത്തേക്കുന്നത്. ഒരു ബൗളിലേക്ക് മുൾത്താനി മിട്ടി കുറച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ബാക്കി വന്ന ടൊമാറ്റോൻ്റെ ഹാഫ് ഉണ്ടല്ലോ, അതും കൂടി നല്ലപോലെ പിഴിഞ്ഞ് കൊടുക്കുക. അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് അതിൽ വീണു. നല്ല പഴുത്തതെടുത്തെങ്കിൽ നല്ല ഇത് കിട്ടും. ഇത് കുറച്ച് പഴുപ്പ് കുറവാണ്, അതിന് ഞാനത് സ്ക്രാച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തരി കിട്ടും, അതുകൊണ്ട് തരി അങ്ങനെ കിട്ടിക്കൂടാ, അതുകൊണ്ട് കുറച്ച് അതിൻ്റെ രസം മാത്രം എടുത്ത് നല്ല പോലെ പിഴിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം അലോവേര ജെല്ലെടുത്തിട്ട് നല്ല പോലെ ചുരണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ജെല്ല് കിട്ടുന്ന മാതിരി നമ്മൾ എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. ഇതേപോലെ ചെയ്താൽ മതി. ഇങ്ങനെ വെള്ളം പോലെ കിട്ടും, ജെല്ല് പോലെ കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതെൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്, കാണുന്നുണ്ട്, അത് ബൗളിലേക്കാണ് വീഴുന്നത്. ആ രീതിയിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ കഷ്ണം മതി, നമുക്ക് എത്ര വേണം അത്ര നോക്കിയിട്ട് എടുത്താൽ മതി. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലത്. ഫുള്ളായിട്ട് ജെല്ലല്ല, വെറും ജെല്ലല്ല, അത് ഒരു പ്രശ്നമില്ല, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മിക്സിന് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തരി ഉണ്ടാവും, അത് പ്രശ്നമാക്കണ്ട. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടായെങ്കിലും മിക്സ് ആക്കാം. കുറച്ച് വെള്ളം അധികമായെന്ന് തോന്നുന്നു, ഞാൻ കുറച്ചത് ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് മസാജും ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ഫുള്ളായിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഒരിക്കൽ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ വിട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. ഞാൻ അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് നൈറ്റ് ആയതുകൊണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.